1996 വിഷു സീസണിൽ ഇറങ്ങിയ കാലാപാനി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ആ ഒരു സീസണിൽ ഇറങ്ങിയ സിനിമകളിൽ കാലാപാനി ഒരു പ്രധാനപ്പെട്ട സിനിമയായിരുന്നതും തിയേറ്ററിൽ അന്ന് വിചാരിച്ച പോലെ അന്ന് കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും കാലാപാനി ഫ്ലോപ്പാണ് എന്ന രീതിയിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അന്ന് കാലാപാനി റിലീസായ ആ ഒരു സമയത്ത് മാഗസീനിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഈ ഒരു ആർട്ടിക്കിളിൽ പക്ഷെ കാലാപാനി ഫ്ലോപ്പ് അല്ല, വിജയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. രാഷ്ട്രദീപിക സിനിമയിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് വായിക്കാം. ഇതിൽ ഹെഡിങ് തന്നെ എങ്ങനെയാണ്: ഇനിയും വൻ പദ്ധതികൾ, പ്രണവം ഷോഗൺ. അതായത് കാലാപാനി നമുക്കറിയാം പ്രണവം ആർട്സ്, മോഹൻലാലിന്റെ പ്രണവ് ആർട്സും ഗുഡ് നൈറ്റ് മോഹന്റെ ഷോഗൺ ഫിലിംസും കൂടിയാണ് അന്ന് ആ ഒരു സിനിമ നിർമ്മിച്ചത്. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത്: കാലാപാനിയെ സംബന്ധിച്ച് ഞങ്ങൾ പരിപൂർണ സംതൃപ്തരാണ്. ചിത്രത്തിന്റെ വൻ വിജയം പിഴവുകളില്ലാത്ത ഇനിയും ഇത്തരം പ്രൊജക്ടുകൾ ശക്തി പകരും. പ്രണവം ഫിലിംസിന്റെ ജനറൽ മാനേജർ KN മേനോനും ഷോഗൺ ഫിലിംസിന്റെ രാജുവും വ്യക്തമാക്കി. പ്രണവും ഷോഗണും ചേർന്ന് നിർമ്മിച്ച കാലാപാനിക്ക് പ്രതീക്ഷ കളക്ഷൻ ലഭിച്ചില്ലെന്നും കേരളത്തിൽ ചിത്രം പരാജയമാണെന്നും മറ്റുമുള്ള പ്രചാരണങ്ങളെ മേനോനും രാജുവും ചിരിച്ചു തള്ളുന്നു. അപ്പോൾ ഇന്നിപ്പോ പറയുന്ന പോലെ ഞാനും ആ ഒരു സിനിമയൊക്കെ നഷ്ടമാണെന്ന രീതിയിലാണ് ഞാനും കുറെ കാലമൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതുപോലെയുള്ള പല ആർട്ടിക്കിൾസ് ഒക്കെ പിന്നീട് ഞാൻ വായിച്ചിരുന്നു. ഇവരൊക്കെ തന്നെ പറയുന്നത് ആ സിനിമ നഷ്ടമല്ല എന്നുള്ളതാണ്. കാലാപാനി ഒരു മെഗാ ഹിറ്റാണ്, പ്രണവത്തിന്റെ ജനറൽ മാനേജറായ മേനോൻ വിശദീകരിക്കുന്നു. കേരളത്തിൽ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിത്രത്തിന്റെ മുടക്ക് മുതൽ പകുതിയിലധികം നേടി. 1 കോടി രൂപയ്ക്കാണ് ABCN ഹിന്ദി വിതരണാവകാശം വാങ്ങിയത്. അന്ന് അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചനാണ് അതിന്റെ ഹിന്ദി വിതരണാവകാശം. അത് വലിയൊരു തുകയാണ് 1 കോടി രൂപ എന്ന് പറയുന്നത്. തമിഴ് അവകാശം 50 ലക്ഷത്തിനും തെലുങ്കിലേക്ക് 45 ലക്ഷത്തിനുമാണ് വിറ്റുപോയത്. ഗൾഫ് മേഖലയിൽ 15 ലക്ഷത്തിന് വിറ്റു. ഇതെല്ലാം ചേരുമ്പോൾ തന്നെ 2 കോടി 20 ലക്ഷം രൂപ നേടിക്കഴിഞ്ഞു. ഇതിനു പുറമെ ഓഡിയോ കാസറ്റ് അവകാശങ്ങളിൽ നിന്ന് 13 ലക്ഷമാണ് നേടിയത്. അന്ന് ആ സിനിമയുടെ ബഡ്ജറ്റ് 2.5 കോടിയാണെന്നുള്ളതാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇവർക്ക് വേണ്ട കളക്ഷൻ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടി എന്നുള്ളത്. ഒരു പക്ഷേ ഇതിലെടുത്ത് റൈറ്റ്സ് എടുത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ചിലപ്പോൾ ആ ഒരു സിനിമ നഷ്ടം വന്നിട്ടുണ്ടാവും. അന്നൊക്കെ അങ്ങനെയാണ്. അന്ന് മിക്കവാറും പ്രൊഡ്യൂസേഴ്സ് സേഫ് ആയിരിക്കും. കാരണം അതിന്റെ ഒരു ഗുണവും ദോഷവും എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ഒരു ഒരു പൈസയ്ക്ക് അവർ പണം തീർത്താൽ അത് ഡിസ്ട്രിബ്യൂട്ടർ ആദ്യം തന്നെ മേടിക്കും. പിന്നെ ലാഭമായാലും നഷ്ടമായാലും ഡിസ്ട്രിബ്യൂട്ടർക്കാണ് സഹിക്കേണ്ടി വരിക. അപ്പൊ ഒരുപക്ഷെ വൻ ലാഭമാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ലാഭം ഉണ്ടാക്കും, നഷ്ടമാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ നഷ്ടം സഹിക്കണം. രാജുവും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി. പ്രധാനപ്പെട്ട A ക്ലാസ് കേന്ദ്രങ്ങൾ വിടും മുമ്പ് തന്നെ വിതരണക്കാരുടെ ഷെയർ 1.5 കോടി കവിഞ്ഞു. ചിത്രം നഷ്ടം വരുത്തുമെന്ന പ്രചാരണമൊക്കെ അസ്ഥാനത്താണ്. കേരളത്തിൽ നിന്ന് മാത്രം ഈ ചിത്രം 6.5 കോടിയോളം കളക്ഷൻ നേടും. അത് തിയേറ്ററിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ 6.5 കോടിയോളം കേരളത്തിൽ മാത്രം കളക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. നിർമ്മാതാക്കളും വിതരണക്കാരനുമായ പ്രണവും ഷോഗൺ ഫിലിംസ് 3 കോടിക്ക് മുകളിൽ ചിത്രത്തിന്റെ ലാഭം പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന 6.5 കോടിയോളം കളക്ഷൻ നേടുന്നു. അപ്പൊ തന്നെ 3 കോടി ചിത്രം, അതായത് പ്രൊഡ്യൂസർക്ക് അന്ന് തിയേറ്ററിൽ നിന്ന് തന്നെ ലാഭം കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഡോൾബി തിയേറ്ററുകളുടെ കൂടിയ നിരക്കുകൾ കളക്ഷനിലെ വൻ വർധനവിന് കാരണമാണ്. ചിത്രം വൻ വിജയമാണെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളൊന്നും തന്നെ കാലാപാനി ടീം നടത്തിയിട്ടില്ല. പ്രേക്ഷകരിൽ തെറ്റിദ്ധാരണ വളർത്തിയിട്ടുള്ളത് ഈ നിർവികാരതയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം ഇവരന്ന് ഒരു തള്ളിയിൽ നിന്ന് നമ്മൾ പറയില്ല, തള്ള് സിനിമ ഇറങ്ങുമ്പോൾ ഇത്ര കോടി കളക്ട് ചെയ്ത ലാഭം കിട്ടി, ഇവരന്ന് അങ്ങനെ ഒന്നും മാർക്കറ്റ് ചെയ്തിട്ടില്ല. പറയണവര് പറയട്ടെ എന്ന രീതിയിൽ ഇവരതങ്ങ് വിട്ടുകൊടുത്തു. കാലാപാനി നേടുന്ന വിജയം മോഹൻലാലിന് കൂടുതൽ ആത്മവിശ്വാസം പകരുകയാണ്. നല്ല ടീം ലഭിച്ചാൽ ഇനിയും ഇത്തരം വൻ പ്രൊജക്ടുകൾ ഒരുക്കാൻ തന്നെയാണ് ലാൽ, ഷോഗൺ, പ്രിയൻ ടീമിന്റെ ലക്ഷ്യം. പിന്നെ ഇതിൽ തന്നെ മറ്റൊരു വാർത്ത ഉള്ളത്, സുരഭിയിലും അംഗീകാരം. ഈ സുരഭി എന്ന് പറയുന്നത് ഇതിപ്പോ 96 ജൂൺ ഞായറാഴ്ച ആ ദിവസത്തെ ആണ് എഴുതിയിരിക്കുന്നത്. ദൂരദർശന്റെ നാഷണൽ നെറ്റ്വർക്കിലെ പ്രസ്റ്റീജ് പ്രോഗ്രാം സുരഭി എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ആരംഭിച്ച് 10 മണിയോടെ അവസാനിക്കുന്നു. ഈ പ്രോഗ്രാമിന് ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് പ്രേക്ഷകരാണുള്ളത്. ഇപ്പോഴും അവിചാരിതമായാണ് 9-ാം തീയതിയിലെ സുരഭി പ്രോഗ്രാമിൽ എത്തിപ്പെട്ടത്. പാൽപുഞ്ചിരിയുമായി രേണുക സഹാനിയും അവതാരകനും നിർമ്മാതാവുമായ സിദ്ധാർത്ഥ് കാക്കും സ്ക്രീനിൽ തെളിഞ്ഞു. ആൻഡമാൻ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് തുടങ്ങി ക്യാമറ പതുക്കെ പ്രിയദർശന്റെ മാഗ്നം ഓപ്പസിലേക്ക്. കാലാപാനി എന്ന മലയാള സിനിമയെക്കുറിച്ചുള്ള ലഘുവിവരണം കാലാപാനിയിലൂടെ അവാർഡ് ജേതാക്കളായവരുമുള്ള അഭിമുഖങ്ങൾ, സംവിധായകൻ പ്രിയദർശൻ, പ്രധാന നടൻ മോഹൻലാൽ എന്നിവരായുള്ള അഭിമുഖങ്ങൾ. ഏകദേശം 15 മിനിറ്റോളം നീണ്ടുനിന്ന സുരഭിയുടെ ഈ പ്രോഗ്രാം തീർന്നപ്പോൾ ആകെ നിശബ്ദത. അത്ര ഗാംഭീര്യവും ഭാവസുന്ദരമായിരുന്ന കാലാപാനിയെ കുറിച്ചുള്ള അവതരണം. പ്രിയദർശന്റെ ഭാഷയിൽ കാലാപാനി 60% ചരിത്രവും 40% സാങ്കല്പികവുമാണ്.
ചരിത്രം അതേപടി പകർത്തിയാൽ പണം മുടക്കുന്ന നിർമ്മാതാവിന് ഒരുപക്ഷെ വമ്പൻ തിരിച്ചടിയായിരിക്കും ലഭിക്കുക. അതുകൊണ്ടാണ് അല്പം വിട്ടുവീഴ്ചകൾ ഞാൻ ഈ ചിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ആൻഡമാൻ ജയിലുകളിലെ ക്രൂരനായ വാർഡൻ ക്യാപ്റ്റൻ ബാരിക് അപകട മരണം സംഭവിച്ചു എന്നാണ് ചരിത്രത്തിൽ ചരിത്രത്തിൽ അത് എങ്ങനെയാണെന്ന് വ്യക്തമല്ല. ഞാൻ എന്റെ നായകനെ കൊണ്ട് ക്യാപ്റ്റൻ ബാരിയെ കൊലപ്പെടുത്തുന്നതായിട്ടാണ് ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ആയതും ഒരു വിട്ടുവീഴ്ച തന്നെ. സാബു സുരളുടെയും സന്തോഷ് ശിവന്റെയും മോഹൻലാലിന്റെയും വാക്കുകളിൽ അളവറ്റ സന്തോഷം. ഞങ്ങൾ എന്തൊരു റിസ്ക് ഏറ്റെടുത്തുവോ അത് ഭംഗിയായി ചെയ്തുവെന്ന് ചരിതാർത്ഥ്യം. ദൂരദർശനിലെ സുരഭി പോലെയുള്ള ഒരു പോപ്പുലർ പ്രോഗ്രാമിലൂടെ കാലാപാനി എന്ന സിനിമയുടെ പ്രസക്തിയെക്കുറിച്ചും അതിനെ പുകഴ്ത്തിക്കൊണ്ടും പറയുമ്പോൾ മലയാളിയായി നമുക്ക് അഭിമാനിക്കുകയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ഈ പേജ് മുഴുവനും കാലാപാനിയെ കുറിച്ചാണ്. ഇതിൽ വേറെ ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിളുടെയും ചെറിയൊരു ഫോട്ടോ ഇതിൽ വെച്ചിട്ടുണ്ട്. പ്രൈസ് ഫൈറ്റ് എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഒരു ഫോട്ടോ ഒക്കെയാണ്. അപ്പോൾ കാലാപാനി സിനിമ പരാജയമാണ് എന്ന രീതിയിലൊക്കെ ഒരുപാട് ചർച്ചകൾ ഞാൻ പറഞ്ഞിരുന്നു. ഞാനും വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ നിർമ്മാതാവിന് ആ സിനിമ ലാഭമാണ്. അന്ന് ലഭിക്കാത്ത ഒരു കളക്ഷൻ തന്നെയാണ് ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം അത് റൈറ്റ്സ് ഒരുപാട് ആ ഒരു സിനിമയ്ക്ക് വിറ്റുപോയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഈ ഒരു സിനിമ ശരിക്കും 93 ശരിക്കും സ്ഫടികം എന്ന് പറയുന്ന ഒരു സിനിമ ഗുഡ് നൈറ്റ് മോഹൻ ഭദ്രൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാക്കി പ്ലാൻ ചെയ്തത്. പക്ഷെ ആ സിനിമ പല ഷെഡ്യൂളുകളിൽ എടുക്കേണ്ടി വന്നു. ആ ഒരു സിനിമ ഷൂട്ട് തുടങ്ങി നിന്നുപോയി. പല പ്രശ്നങ്ങൾ കൊണ്ട് നീണ്ടു പോയിട്ട് ആ ഒരു സിനിമ അവസാനം തിയേറ്ററുകളിൽ 95 എത്തിയത്. ഭയങ്കര ലാഭമായിരുന്നു. അപ്പൊ ഏകദേശം സ്ഫടികമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് അപ്പൊ ഗുഡ് നൈറ്റ് മോഹൻ അന്ന് ഭയങ്കര റിച്ച് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ഒരുപാട് കോടികൾ ടേൺ ഓവർ ഉള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമയാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറയാറുണ്ട്, എനിക്ക് ലക്ഷങ്ങൾ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുഴപ്പമുള്ള കാര്യമല്ല. മിന്നാരം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് കുറെ സിനിമകൾ. അന്ന് ഇതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ദിവസം പ്രിയദർശൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു സിനിമയുണ്ട്, ഇതൊരു ഇൻഡിപെൻഡൻസ് ഇതൊക്കെ ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലെ സിനിമ, പക്ഷെ അത് ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ചെയ്യണം. അതൊന്ന് ചെയ്യാൻ ഗുഡ് നൈറ്റ് ഫിലിംസിലെ മോഹനേട്ടൻ സഹായിക്കണം. ലാൽ എടുത്തിട്ടുണ്ട്, ലാലിന് കൊടുക്കാന്ന് പറഞ്ഞു. മോഹൻലാലും പ്രിയദർശനും കൂടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനും പകുതി ഇൻവെസ്റ്റ് ചെയ്യും. പ്രണവും കൂടിയാണ് ചെയ്യുന്നത്. മോഹൻലാലിന്റെ പ്രണവും. അന്ന് പ്രണവമൊക്കെ ഹിറ്റാണ്. നമുക്കറിയാം, ഹിസനസ് അബ്ദുള്ളയും ഭരതവും ഒക്കെ ചെയ്ത് ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പ്രണവം ചെയ്യാം, ഗുഡ് നൈറ്റും കൂടി സഹകരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ഗുഡ് നൈറ്റ് മോഹൻ അന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് തിരക്കുള്ള കാരണം UK-യിലും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ യാത്രകളായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ലൊക്കേഷനിൽ വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മാനേജറിനെ ഏൽപ്പിച്ചു, അവർ ചെയ്തു. ആ ഒരു സിനിമ അന്ന് ശരിക്കും 95 തന്നെ ആ സിനിമ സെൻസറിങ് ഒക്കെ നടത്തി. നമുക്കറിയാം, അന്ന് അവർ പറഞ്ഞ സിനിമ സെൻസറിന്റെ സമയത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് സീൻസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. എങ്കിലും 3 മണിക്കൂറിന് മുകളിലാണ് ഒരു സിനിമയുടെ ലെങ്ത് ഒക്കെ. അന്ന് ആദ്യമായിട്ട് ഒരു ഡോൾബി ഇതിലാണ് തിയേറ്ററുകളൊക്കെ അന്ന് കേരളത്തിൽ റിലീസ് ചെയ്തത്. അത് ആദ്യത്തെ ഒരു മലയാള സിനിമയായിരുന്നു. നമ്മൾ ഇന്ന് പാൻ ഇന്ത്യൻ റിലീസ് എന്നൊക്കെ പറയും. അന്നും ഈ സിനിമ വേൾഡ് വൈഡ് 450 സ്ക്രീനിലാണ്. അന്നൊരു മലയാള സിനിമ 30 സെന്ററിലൊക്കെ കേരളത്തിൽ ഇറങ്ങുന്ന ഒരു സമയമാണ്. അന്നാണ് 450 സെന്ററിൽ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു, 2.5 കോടി ബഡ്ജറ്റിൽ. അതിൽ ഈ പറഞ്ഞ ഡോൾബി സ്റ്റീരിയോ ആദ്യമായിട്ട് ഞാനൊക്കെ തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ കണ്ട ഓർമ്മയുണ്ട്. അന്ന് കാലാപാനി ആയിരുന്നു അതിനൊക്കെ ഒരു തുടക്കം. കുറച്ച് രാമദാസ് തിയേറ്റർ തന്നെ മൊത്തത്തിൽ മാറ്റി ടിക്കറ്റ് ചാർജും കുറച്ച് കൂട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു അന്നാണ് ഈ ഒരു ഗുഡ് നൈറ്റ് മോഹൻ തന്നെയാണ് അതിന്റെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത്. അദ്ദേഹം അന്ന് നോക്കുമ്പോൾ സ്ഫടികം സിനിമയൊക്കെ ടിക്കറ്റ് ചാർജിനെക്കാട്ടും 5 ഇരട്ടിയൊക്കെ ബ്ലാക്കിന് വിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ടിക്കറ്റ് ചാർജ് കൂട്ടുന്ന ഒരു ട്രെൻഡ് കൊണ്ടുവന്നത്. അത് പിന്നീട് കുറെ കാലം ഉണ്ടായിരുന്നു. സിനിമകൾക്ക് ആദ്യത്തെ 2 ദിവസമൊക്കെ ടിക്കറ്റ് ചാർജ് ഭയങ്കരമായിട്ട് കൂടുതൽ. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഇപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തായാലും അന്ന് ഇത്രയും ബഡ്ജറ്റിൽ സിനിമ, പ്രഭു വരുന്നു, അമരീഷ് പുരിനെ കൊണ്ടുവരുന്നു, ടി ദാമോദരനാണ് അതിന്റെ ഒരു സ്ക്രിപ്റ്റ്. ടി ദാമോദരനും പ്രിയദർശനും കൂടിയാണ് സ്ക്രിപ്റ്റ്. നമുക്കറിയാം, ടി ദാമോദരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചരിത്രം അധ്യാപകനും കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരുപാട് എന്താ പറയുക, ചരിത്രമൊക്കെ എഴുതാൻ പറ്റിയ ഒരു വ്യക്തിയും കൂടിയാണ്. ഒരു അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകൾ നമുക്കറിയാം. അതിന്റെ ഒരു ഐവശേഷി സിനിമകൾ മുതലെടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇളയരാജയുടെ സംഗീതം, അങ്ങനെ എന്തൊരു തബു വരുന്നു, അഭിനയിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തായാലും ആ സിനിമ ഒരുപാട് അവാർഡുകളും വാരിക്കൂട്ടി. നാഷണൽ അവാർഡ് തന്നെ ഒരുപാട് സന്തോഷ് ശിവനും സാബുസുകളിലും ഒക്കെ കിട്ടിയിട്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്ന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. മികച്ച 2ാമത്തെ സിനിമ, മോഹൻലാലിന്റെ സ്ഫടികത്തിലും കലാപാനിക്കും കൂടിയും അവാർഡ് കിട്ടുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പൊ അന്ന് പക്ഷെ ആ ഒരു വിഷു സീസണിൽ ഹിറ്റ്ലർ കൂടുതൽ കളക്ട് ചെയ്തു, സല്ലാപം വന്ന് കൂടുതൽ ഓടി. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഇതിൽ ഇങ്ങനത്തെ ഒരു സീരിയസ് ഇഷ്യൂ പണം കൂടി ആയതുകൊണ്ട് അതങ്ങ് മുങ്ങിപ്പോയതായിരിക്കാം. എന്തായാലും പിന്നെ വേറൊരു തമാശ രൂപേണ കേട്ടിട്ടുള്ളതാണ്. അന്ന് ആ ഒരു സിനിമയില് അമിതാഭ് ബച്ചൻ ആണെന്ന് തോന്നുന്നത്, ആരോ പറഞ്ഞ സിനിമയൊക്കെ ഗംഭീരമാണ്, ആകൊറ്റ കുഴപ്പമുള്ളൂ മോഹൻലാലും പ്രഭുവും ജയിലിൽ കുറെ കാലമായിട്ട് കിടക്കുന്നവരാണ്, പക്ഷെ രണ്ടുപേരും നല്ല തടിയാണ്. അപ്പൊ അവര് ബോഡിയൊക്കെ ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്നുള്ളതൊക്കെ അമിതാഭ് ബച്ചനോ ആരോ അന്ന് ഗുഡ് നൈറ്റ് മോഹന്റെ ഒക്കെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പൊ അത് മാത്രമാണ് അന്ന് അതിനൊരു കുറവായിട്ട് ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും
നമുക്ക് ഭയങ്കര എന്താ പറയുക, അതൊരു മലയാളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരുന്നു കാലാപാനി എന്ന പ്രിയദർശൻ എന്നുള്ള സംവിധായകന്റെ അതുവരെയുള്ള ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു കാലാപാനി. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഈ ഡോൾബി സ്റ്റീരിയോയിൽ നിങ്ങളത് കണ്ട ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുക.